തൃശൂർ ചേലക്കര മണ്ഡലത്തിൽ മൃഗഡോക്ടർമാർ കൂട്ടവധിയെടുത്തു. മണ്ഡലത്തിലെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരാണ് കൂട്ടവധിയെടുത്തത്. അവധിയെടുത്ത ഡോക്ടർമാർ വിനോദയാത്രയ്ക്ക് പോയതായാണ് ആക്ഷേപം. ഇരട്ടി മരുന്ന് വാങ്ങാൻ വന്നതാണ്. ഇവിടെ ഡോക്ടർ ഇല്ല, അതുകൊണ്ട് ഇരട്ടി മരുന്ന് വാങ്ങിയിട്ട് പോവുകയാണ്. എം മനോജുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. മനോജ്, ഈ ഡോക്ടർമാർ കൂട്ടത്തോടെ അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയി എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ പരിശോധനയ്ക്കായി എത്തിയവർ ഉൾപ്പെടെ ഇത്തരത്തിൽ ദുരിതത്തിലാകുന്ന അല്ലെങ്കിൽ പരിശോധന ലഭ്യമാക്കാത്തൊരു സാഹചര്യം തന്നെയാണോ ആശുപത്രികളിൽ ഉണ്ടായിരുന്നത്? വിഷ്ണു, ചേലക്കരയിലെ വിവിധ ആശുപത്രികളാണ് ഇപ്പോൾ ഈ ഒരു മൃഗാശുപത്രികളിലാണ് ഡോക്ടർമാർ ഇല്ലാത്തത്. ഇവരൊക്കെ തന്നെ കൂട്ടമായി അവധിയെടുക്കുകയായിരുന്നു. അവധിയെടുത്ത് മൃഗഡോക്ടർമാർ വിനോദയാത്രയ്ക്ക് പോയതായാണ് വിവരം ലഭിക്കുന്നത്. പല പല ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഡോക്ടർമാർ അവധി എടുത്തിരുന്നത്. ഇതിൽ തന്നെ അവധി എടുക്കരുതെന്ന് മേലുദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലും ലംഘിച്ചുകൊണ്ടാണ് ഈ കൂട്ട അവധിയെടുത്തുകൊണ്ട് സ്ഥലത്തു നിന്നും മറ്റ് വിനോദയാത്രയ്ക്ക് പോയിരിക്കുന്നതെന്നാണ് വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വീട്ടിലെ ആടിനും അതുപോലെ തന്നെ മറ്റ് വളർത്തുമൃഗങ്ങൾക്കെല്ലാം അസുഖവുമായി ബന്ധപ്പെട്ട് അതിന് മരുന്ന് തേടി ആശുപത്രിയിൽ എത്തുമ്പോൾ ഇത്തരത്തിൽ അത് ലഭിക്കാത്ത അവസ്ഥയാണ് ഈ അവിടെ എത്തുന്ന പൊതുജനങ്ങൾക്ക് പോലും ഉള്ളത്. കാരണം പൊതുജനങ്ങൾ തന്നെ ഈ ഒരു ദിവസം പല ആശുപത്രികളായി പോകുമ്പോഴും അവിടെ ഡോക്ടർ ഇല്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 2 മൃഗാശുപത്രിയിലെ ഡോക്ടർമാരും കൂടെ കൊണ്ടാഴി, തിരുവില്ലാമല, വള്ളത്തോൾ നഗർ, ദേശമംഗലം എന്നീ പഞ്ചായത്തുകളിലെ ആശുപത്രികളിലുമാണ് ഇപ്പോൾ ഡോക്ടർമാർ ഇല്ലാത്തത്. കൃത്യമായും ഇതിലൊരു നടപടി, വകുപ്പ് തല നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല ആവശ്യങ്ങൾ, അതായത് ഓരോരുത്തരെയും ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്ന മറുപടി ചില മീറ്റിങ്ങുകളിലാണ് എന്നുള്ള തരത്തിലാണ്. എന്തായാലും വിനോദയാത്രയ്ക്ക് പോയതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർക്ക് നാട്ടുകാർ പരാതിയും കൊടുത്തിട്ടുണ്ട്. വിഷ്ണു, ശരി. തൃശൂർ ചേലക്കര മണ്ഡലത്തിലെ മൃഗഡോക്ടർമാരാണ് കൂട്ടത്തോടെ അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയി എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.